ഫൈനലി യെസ് ഗായ്സ് വി ആർ ഇൻ ദുബായ്. യെസ്, അങ്ങനെ ആ സസ്പെൻസ് ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് ഗൈസ്. യെസ്, നമ്മൾ പോകുന്ന ലോങ് ട്രിപ്പ് വരുന്നതാ ദുബായ് ജേണി കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കളികളൊക്കെ ദുബായ്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ചൂസാട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുഞ്ചൂസുണ്ട്, അമ്പാടി ഉണ്ട്, പിന്നെ അശ്വതി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അശ്വതി ചേച്ചി എന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാട്ടോ, വൈശാഖേട്ടൻ്റെ വൈഫാണ് കേട്ടോ. വൈശാഖേട്ടനൊക്കെ ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് ഉണ്ട്, എല്ലാവരും വരും ഗൈസ്. അപ്പോൾ അവർ വന്ന് അച്ചാറൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് തന്നിട്ട് പോയിട്ടോ. വൈശാഖേട്ടനും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു, പിന്നെ അമ്പാടിയും എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പെട്ടീൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. 90 കിലോ ട്രോളിയിൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ 85 ആയിട്ടുള്ളൂ. അപ്പം എന്താ നമ്മുടെ ലൈഫ് ഇൻ ഫ്രെയിം അവർ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ രാത്രി കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നതുകൊണ്ട് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രം. അങ്ങനെ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയൊക്കെ അതേ പോവാണ്. എന്നോട് കര എന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ പറയാം കരയില്ല ഞാനെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ദേവേനെ ഒന്ന് കയ്യിലെടുത്തപ്പോൾ കുറച്ച് ഇമോഷണലായി പോയിട്ടോ. കാരണം അവനോട് ഭയങ്കര എനിക്കൊരു അറ്റാച്ച്മെൻറ്റ്, കാശി മോനെ പോലെ തന്നെ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവനും കാശിയൊക്കെ ഒരു 14 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ ജനിച്ചത് കേട്ടോ. കാരണം ഞാൻ അവനെ തന്നെ എടുത്തപ്പോൾ കുറച്ച് ഇമോഷൻ. അങ്ങനെ അവരൊക്കെ പോവുകയാണ് കേട്ടോ, എല്ലാവരും പോയി. അപ്പം ഞാനും കുഞ്ചൂസും എൻ്റെ അമ്മയും അച്ഛനും രാവിലേട്ടനൊക്കെ തന്നെ വീട്ടിലുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും വന്നു. എൻ്റെ വല്യമ്മ. എല്ലാവർക്കും പോകുന്നതിനൊരു സങ്കടമാണ് കേട്ടോ. കാശിമോനെ മിസ്സ് ചെയ്യുന്നതാണ് എല്ലാവർക്കും കുറച്ചുകൂടെ സങ്കടം കേട്ടോ. കാരണം കാശി അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ പോകുന്ന ദിവസമായി അച്ഛൻ പെട്ടിയൊക്കെ ട്രോളിയൊക്കെ മേലെ സേഫായിട്ട്, മഴയുണ്ടേ, അപ്പോൾ മഴയൊന്നും കൊള്ളാണ്ട് സേഫായിട്ട് അച്ഛൻ പെട്ടിയൊക്കെ കെട്ടുക കേട്ടോ. നമ്മുടെ അച്ഛനും അമ്മമാരൊക്കെ തന്നെയല്ലേ നമുക്കിതൊക്കെ ചെയ്തു തരാനുള്ളൂ. അവരുള്ളപ്പോഴാണ് നമ്മുടെ സ്വർഗം. അങ്ങനെ അമ്മായി സൗമി ചേച്ചീനെ വിളിച്ച് വീഡിയോ കോളിൽ കാണിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ അച്ഛമ്മേനോടൊക്കെ അനുഗ്രഹം വാങ്ങി. കാശിക്കൂട്ടൻ വൈറ്റ് ഷൂ ഇട്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഇവൻ ചെളിയിൽ ഇറങ്ങിപ്പോകുന്നുള്ളതൊക്കെ ഒരു ഭയങ്കര ടെൻഷനാണ്. കാരണം അറിയാം, ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാമല്ലോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. കാശീനെ അങ്ങനെ എനിക്കൊരു ടെൻഷനാണ്. കാശീനെ നല്ല ഡ്രസ്സൊക്കെ ഇടിച്ചാൽ വേഗം പോയി ചെളിയാക്കി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമല്ലല്ലോ, കുറച്ചധികം ദൂരം പോകാനുണ്ടല്ലോ. അത് കാരണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാറി കയറ്റി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളും കുറച്ച് പെട്ടിയും കാര്യങ്ങളൊക്കെ മേലെ കയറ്റിയെങ്കിലും ഹാൻഡ് ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് ബാഗില്ല, ഡബിൾ സൈഡ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കയറ്റി വെച്ചു. അത് കഴിഞ്ഞതാ ഞാൻ പിന്നെയും കയറി ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്ത്. കാശിക്കൂട്ടൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഏറ്റവും സേഫായിട്ട് വെക്കേണ്ടത്. കാരണം ഫീഡ് ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ അവൻ്റെ ടർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ കിച്ചൂട്ടൻ നോക്കി, എൻ്റെ മോനെയൊക്കെ ഞാൻ ഇനി 2 വർഷം കഴിഞ്ഞല്ലേ കാണുക. കിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ മോനാണ് ഗൈസ്. അങ്ങനെ അമ്മായിക്ക് അനുഗ്രഹവും മേടിച്ചു, മാമനോട് അനുഗ്രഹവും മേടിച്ചു. നമ്മളൊരു നല്ല കാര്യത്തിന് പോവുമല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇനി 2 വർഷം കഴിഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുകയാണ് കേട്ടോ. ഉള്ളിൽ വിഷമവും ഉണ്ടെന്നല്ലേ. കാരണം അങ്ങനെ ഞാൻ വിട്ട് നിന്നിട്ടില്ല കേട്ടോ. വീട്ടുകാരെ വിട്ട് ലോങ് ഡിസ്റ്റൻസ് ഒന്നും പോയിട്ടില്ല. കല്യാണം കഴിച്ചതും തൊട്ടടുത്തുനിന്ന് തന്നെ ബത്തേരി ഒരു മണിക്കൂറത്തെ കേസുള്ള അത്രയേ ഉള്ളൂ. അപ്പം ഭയങ്കര ഒരു സങ്കടം ഉണ്ട് എനിക്ക് കേട്ടോ. ഞാനൊരു അമ്മമോളും കൂടിയാണ്, അമ്മമോളും അച്ഛമ്മോളും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഈ ബാക്കിൽ രാഹുലേട്ടൻ്റെ അമ്മയും അച്ഛനും പെങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പകുതി എത്തിയപ്പോൾ രാഹുലേട്ടൻ ആ വണ്ടി കയറി. അങ്ങനെ ഞങ്ങൾ രാവിലെ പോകുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കണ്ടേ, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. ഇത് നമ്മൾ എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് ഒരു ലൈവ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ട് ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചു കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് അവിടെ കളിക്കാനുള്ള സെറ്റപ്പ്, ഊഞ്ഞാലാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ പിള്ളേരെയൊക്കെ ഊഞ്ഞാലൊക്കെ ആയിരിക്കും. കാശിക്കൂട്ടം കുറേ അമ്പാടീനെയും കുഞ്ഞുവിനെയും നമ്മുടെ കിച്ചൂട്ടനും ആദൂട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിള്ളേരെയൊക്കെ കണ്ട ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ കാശിക്കൂട്ടൻ ഇങ്ങനെ പോവാന്നൊക്കെയുള്ള കാര്യം അറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഓവർ കഴിക്കാനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, രാവിലെ ടൈം ആയതുകൊണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കോൾഡാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്നത് തന്നെ ദുബായിൽ വന്നിരുന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് കേട്ടോ. അങ്ങനെ കുഞ്ഞൂസ് ഒന്ന് ഛർദ്ദിച്ചായിരുന്നു കേട്ടോ വണ്ടിയിൽ. അത് രാവിലെയുള്ള യാത്ര കൊണ്ടാവാം, മക്കളൊക്കെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എൻ്റെ മക്കൾസൊക്കെ ടയേർഡായിപ്പോയി. അപ്പോൾ എൻ്റെ മക്കൾസൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് അവിടെ മക്കളുണ്ട്, ഇവിടെ മക്കളുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്, രാവിലെ ഏട്ടൻ്റെ വീട്ടിലുണ്ട്. ചേച്ചിയുടെ കുട്ടികളുണ്ട്, ഇപ്പറയാണ് എൻ്റെ ഏട്ടൻ്റെ കുട്ടികളുണ്ട്. മക്കളാട്ടോ ഫുള്ള്, ഒക്കെ നമ്മുടെ മക്കളല്ലേ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കാശിക്കുട്ടൻ അവിടുന്ന് ഒരു തൂക്കും മേടിച്ചു കേട്ടോ. അങ്ങനെ അവർ ബാക്കിലുണ്ട്, രാവിലെ ഏട്ടനാട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം എത്തി ഗൈസ്. വിമാനത്താവളം എത്തിയപ്പോൾ എൻ്റെ നെഞ്ചിലൊക്കെ ഒരു ഇടിപ്പ് വന്നു കേട്ടോ. അതുവരെ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ആ ഒരു എയർപോർട്ടിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്കൊരു നെഞ്ചിടിപ്പും കാര്യങ്ങളൊക്കെ വന്നു ഗൈസ്. കാരണം പോവല്ലേ, അതിൻ്റെ ഒരു ടെൻഷൻ. കാര്യം ഫസ്റ്റ് ടൈം ആട്ടോ, ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ നമ്മളെത്തി. ഇത് ഞാനിവിടെ എൻ്റെ ഏട്ടനെ കൊണ്ടുപോയി വിടാനോ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. ക്ലൈമറ്റ് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ക്ലൈമറ്റ് കുറച്ച് മൂടിയ നിലയിലായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമ്മൾ ഈ ക്ലൈമറ്റായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോയവരാണല്ലോ, ഇതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇനി നമ്മൾ വേറെ ഒരു ക്ലൈമറ്റ് പൊരുത്തപ്പെടാനിരിക്കുകയാണ്. ചൂട് കൂടുതലാണ്, എല്ലാം നമുക്ക് നോക്കാം. അങ്ങനെ ഒരു മാസ് എൻട്രി എൻ്റെ രാഹുലേട്ടൻ്റെ കേട്ടോ. അപ്പം അച്ഛന് ഡോറ് തുറന്നു കൊടുക്കുന്ന മോനാണ്. അപ്പോൾ അത് കാണാം, നല്ല രസമുണ്ട്. അത് ഞാൻ പിന്നെ റീവൈൻഡ് ചെയ്ത് നോക്കി. അങ്ങനെ മാസ് എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഞാൻ മാസ് എൻട്രി ഒന്നും എനിക്ക് പറ്റിയില്ല, കാരണം കാശിക്കൂട്ടനെയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വെച്ച് വലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് കേട്ടോ. മൊത്തം ഒരു 10 പേരുണ്ടെന്ന് തോന്നുന്നല്ലേ, 2 വണ്ടിയിലും കൂടെ ഞങ്ങൾ അങ്ങനെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ പോവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ 2 വണ്ടി എടുത്തത്. അപ്പം പ്രണവും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ തിരിച്ച് അവരെ വീട്ടിലാക്കുന്നുള്ള അച്ഛനെയും അമ്മേനെയും. അപ്പോൾ നമ്മൾ പ്രണവിനെയും കൂട്ടി, പ്രണവും നമ്മുടെ ഒരു ഫാമിലി തന്നെ. അപ്പോൾ ഞങ്ങൾ റെഡിയായി, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു, എല്ലാം ഒന്ന് റീചെക്ക് ചെയ്തു. പക്ഷെ എൻ്റെ കിച്ചുവിന് അറിയില്ല കേട്ടോ അപ്പം പോവുക എന്നുള്ള കാര്യം. അവൻ എന്നെ അപ്പാന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൂത്ത മോനാണ്. എനിക്കെൻ്റെ മോനായിട്ട് വന്നതവൻ തന്നെയാണ്. അവൻ മോർ സ്പെഷ്യലാണ് എനിക്ക് എപ്പോഴും. പിന്നെ എൻ്റെ കുഞ്ഞു കൊടുക്കുക എൻ്റെ ആദ്യമായിട്ട്. അവനെ ഞാൻ ഭയങ്കര മിസ് ചെയ്യും കേട്ടോ. കാരണം കാശീൻ്റെ ഒരു ചെറിയ വേഷനാണ് അവൻ. കാശീൻ്റെ ഏകദേശം ഒരു ചെറുപ്പത്തിലെ രൂപം തന്നെയാണ് അവനും, അതേ കളികളുമാണ്. പിന്നെ എൻ്റെ കുഞ്ഞുവിനെയും അമ്പാടീനെയും ഒക്കെ ഞാൻ മിസ് ചെയ്യും കേട്ടോ. എൻ്റെ മക്കളെയൊക്കെ ഞാൻ മിസ് ചെയ്യും ഒരുപാട്. അങ്ങനെ ഞങ്ങൾ കയറാറായിട്ടോ. ഏകദേശം ഒരു 12 മണിക്ക് കയറണമായിരുന്നു. പക്ഷെ നമ്മൾ 12:30 ആയി കയറിയപ്പോൾ. കാരണം കാശിക്കൂട്ടിന് അതിൻ്റെ ഉള്ളിൽ ഓവർ അധികം ഇരിക്കൂല അവൻ. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 12:30 ഒക്കെ ആയപ്പോൾ കേട്ടോ കയറാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മളെല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി നിൽക്കുകയാണ്. കാശിക്കൂട്ടൻ ഡാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്യാഷ് മാറ്റി കുറച്ച് ദർഹംസ് കയ്യിൽ വെച്ചു കേട്ടോ, എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലോ. പിന്നെ ഞാൻ കരയില്ല എന്നൊക്കെ വെച്ചതാണ്. പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര സങ്കടമായി. അമ്മേനോടും എൻ്റെ 2 അമ്മമാരോടും എൻ്റെ 2 അച്ഛന്മാരോടും ഒക്കെ യാത്ര പറഞ്ഞ്, ഫ്രണ്ട്സിനോടും എല്ലാം യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര സങ്കടം ഇട്ട്. എനിക്കതുവരെ ഞാൻ കുഴപ്പമില്ലാണ്ടിരുന്നതാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഞാനങ്ങനെ വിട്ടു നട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഭയങ്കര ഒരു സങ്കടം. എൻ്റെ അമ്മക്കിളിക്കാണ് കേട്ടോ ഏറ്റവും സങ്കടം. കാരണം അമ്മ എന്ന് വെച്ചാൽ ഞാനങ്ങനെ അമ്മേനെ മിസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അമ്മേനെ മിസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എനിക്ക് എന്തിനും ഏതിനും അമ്മ വേണമായിരുന്നു. കല്യാണത്തിന് മുമ്പൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എന്തിനു വന്നാലും എനിക്ക് അമ്മ തന്നെ വേണമായിരുന്നു. അപ്പോൾ ഇപ്പം കല്യാണത്തിന് ശേഷം കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മളങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം എല്ലാവരും സ്റ്റാറ്റസ് ഇടണ്ടേ, ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിക്കണ്ടേ നമുക്ക്. അപ്പോൾ സങ്കടവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം അല്ലേ, നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പോകുന്നില്ലേ. അങ്ങനെ എയർപോർട്ടിനുള്ളിൽ നമ്മൾ പെട്ടിയൊക്കെ കൊടുത്ത് ചെക്കിങ് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് ചില്ലിൻ്റെ ആ സൈഡിൽ വന്നു. അപ്പോളോ ഫാർമസിൻ്റെ താഴെ നോക്കിയാൽ കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ അവിടെ വന്ന് ടാറ്റ തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര മിസ്സിങ് ആണ് ഗൈസ്. കാരണം എല്ലാവരും കാശിക്കൂട്ടനെയായിരിക്കും എല്ലാവരും ഭയങ്കര മിസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മയും അച്ഛന്മാർ നമ്മളെ മിസ് ചെയ്യുമല്ലോ അല്ലേ, അവർക്കും നമ്മളും എപ്പോഴും കുഞ്ഞുമക്കളെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ കയറി കേട്ടോ. മേലെ വെയിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വേഗമായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ മേലെ കയറി അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് അല്ലേ. അങ്ങനെ നമ്മൾ പോയി ഒന്ന് ചെക്കൊക്കെ
കഴിഞ്ഞ് കാശിക്കുട്ടൻ ഭയങ്കര ഈ ഫ്ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം അവനും കയറിയിട്ടില്ലല്ലോ, അവനിങ്ങനെ അടുത്തുനിന്ന് കാണുന്നത് ഈ ഒരു ടൈമായിരിക്കും. അങ്ങനെ നമ്മളെല്ലാ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകണം ഗൈസ്. നമ്മൾ പോകുന്നത് ഇൻഡിഗോയിലാട്ടോ. അപ്പോൾ നമ്മളിതാ പോവുകയാണ്. യെസ്, അല്ല ഫ്ലൈറ്റിൽ കയറിയിട്ടോ. ഫ്ലൈറ്റിൽ കയറി നമ്മളൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഇതാണ് നമ്മുടെ സീറ്റ്. വിൻഡോ സീറ്റ് എന്ന് വെച്ചാൽ രാഹുലേട്ടനായിരുന്നു കിട്ടിയത്. ബട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു ഗൈസ്. ഞങ്ങൾ വിൻഡോ സീറ്റിന് വേണ്ടി ചെറിയൊരു വഴക്കായിരുന്നു ഗൈസ്. എനിക്ക് വേണം എന്നുണ്ട്. അങ്ങനെ കാശിക്കുട്ടനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടനെ ഒന്ന് ഉറക്കി. അപ്പോഴത്തേക്കും ചെറിയ ക്ലൈമറ്റ് വ്യത്യാസം വന്നു, ഞാൻ പറഞ്ഞില്ലേ, മഴ വന്നപ്പോഴത്തേക്കും. പക്ഷേ ദൈവസഹായം കൊണ്ട് പെയ്തില്ല, ഒന്ന് ചാറി ഒന്ന് പോയിട്ടോ. ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നത്. അങ്ങനെതാ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു ഗൈസ്. നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങുന്നതും ഇറങ്ങുന്നതും ഒക്കെ അറിയാമെന്ന് പറയുന്നത് പോലെ തന്നെ ശരിക്കും അത് ഫീൽ ചെയ്തു കേട്ടോ. പൊങ്ങുമ്പോൾ ശരിക്കും അറിയാം. നമുക്ക് എന്താ പറയുക, അത് ഒരാളെന്നോ എന്തോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാമല്ലോ ഇങ്ങനെയൊക്കെ. പോട്ടെ, സാരില്ല, നമുക്കിനി ഇതൊക്കെ ശീലമാക്കണമല്ലോ. അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ മേലെ ഇരിക്കുമ്പോൾ താഴത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ വിൻഡോ സൈഡിൽ വന്നിരുന്നപ്പോൾ ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു കേസ്. മേഘവും എല്ലാം അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ദുബായ് എത്തി കേട്ടോ. അങ്ങനെ നമ്മളതിനിടയ്ക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കോഫിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചു കേട്ടോ. പക്ഷേ എക്സ്ട്രാ മണി നമ്മളവിടെ പേ ചെയ്യണം. ഒരു കോഫി കുടിച്ചാൽ ജസ്റ്റ് 200 റുപ്പീസ്. സാരില്ല. അങ്ങനെ നമ്മളിതാ എത്തി കേട്ടോ. ലാൻഡിങ് ആണ്. ലാൻഡ് ചെയ്യുന്ന ടൈമിലും നമുക്കറിയാം ഒരു കുലുക്കം. പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അത് ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊന്ന് അറിയും. അതിനിടയ്ക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ യെസ് ഗൈസ്, വി ആർ ഇൻ ദുബായ്. അങ്ങനെ ദുബായ് എത്തി ഗൈസ്. നമ്മൾ ദുബായ് എത്തി. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടൊക്കെ എത്തി കേട്ടോ. ഞാൻ ഓവർ എക്സൈറ്റഡ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ, എൻ്റെ ഉണ്ണിയേട്ടൻ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാരണം തന്നെയാണ് ഞങ്ങൾ വന്നതും. അപ്പോൾ ഏട്ടനെ കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക്. അതാണ് ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മെട്രോയിലാണ് കേട്ടോ പോയത്. മേലേന്ന് ലഗേജ് എടുക്കാൻ വേണ്ടി നമ്മൾ മെട്രോയിൽ. ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ദുബായ് എയർപോർട്ടിലൊന്നും പറയാനില്ല. നമ്മൾ ഫാമിലി ആയിട്ട് ചെല്ലുന്നത് കൊണ്ട് തന്നെ അവരുടെ വാം വെൽക്കം അടിപൊളിയായിരുന്നു. കാച്ചുവിന് കുറച്ച് ഗിഫ്റ്റും ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്കും കിട്ടിയിട്ടോ ചെറിയൊരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. അതൊരു ചോക്ലേറ്റ് ആയിരിക്കാലും എന്തിപ്പം ചോക്ലേറ്റോ എന്താണേലും അത് വിലമതിക്കാത്തതല്ലേ അല്ലേ. കാരണം അവരൊക്കെ ഗിഫ്റ്റ് തരാമെന്ന് പറയുമ്പോൾ, കാരണം അതാണ് ഫാമിലി ആയിട്ട് ചെല്ലുമ്പോൾ ഒക്കെ അവർക്കുള്ള ഒരു എന്താ പറയുക, ഞാനത് എവിടെ വേറെ എയർപോർട്ടുകളിലും ഉണ്ടാവുമായിരിക്കും. ഇവിടെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ഓരോ പെട്ടികൾ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ പെട്ടികളൊക്കെ വന്നു. 4 പെട്ടിയുണ്ട്. 3 ട്രോളിയും 2 ലഗേജും ഉണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് ലഗേജ്, ഡബിൾ സൈഡ് ബാഗ്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മളുടെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആരാ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? യെസ് ഗായ്സ്, എൻ്റെ ഏട്ടനെ കണ്ടു. എൻ്റെ ഏട്ടനുണ്ടായിരുന്നു, എൻ്റെ വൈശാഖേട്ടനുണ്ടായിരുന്നു. 2 പേരും എനിക്ക് ഏട്ടന്മാരാണ് കേട്ടോ. എൻ്റെ ഫാമിലി തന്നെയാണ്. അങ്ങനെ കാശിക്കോട്ടനെയാണ് കേട്ടോ അവരാദ്യം എടുത്തത്. അവരും നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യം നമുക്ക് അപ്പുറം ചെന്നിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് കാശീനെ പൊക്കി അങ്ങ് എടുത്തു കേട്ടോ. കാശിക്കുട്ടനാണ് ഗൈസ് എല്ലാവരുടെയും ഫേവറേറ്റ്. കാശിക്കുട്ടൻ പിന്നെ കാശീൻ്റെ ഉമ്മീനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ കാശി ഉണ്ണിയേട്ടനെ ഉമ്മീന്നാണ് കേട്ടോ വിളിക്കുക സ്നേഹത്തോടെ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അവന് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അവൻ്റെ മാമന്മാരോട്. അങ്ങനെ ഞാൻ എൻ്റെ ഏട്ടനെ കണ്ടു ഗായ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് എൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവാൻ കേട്ടോ. അപ്പോൾ വൈശാഖേട്ടനുണ്ട്. വൈശാഖേട്ടൻ ഞാൻ പറഞ്ഞില്ല, അശ്വതേച്ചീൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ വൈശാഖേട്ടൻ. അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട്, ചെറുപ്പകാലം തൊട്ടേ ഉള്ള ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ വൈശാഖേട്ടൻ. നമ്മുടെ ഫാമിലിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി ഒക്കെ എടുത്ത് റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നല്ല ചൂടുണ്ട് മോനെ, നല്ല പ്രതീക്ഷിച്ചതിലപ്പുറം ചൂടുണ്ട്. ഹ്യൂമിഡിറ്റിയാണ് ഗൈസ്, ഹ്യൂമിഡിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ വേഗം നമ്മൾ വേർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ബട്ട് ഓക്കെ, നമ്മളിതൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഇതൊന്നും വിഷയമില്ല. കാരണം എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ അനുഭവിക്കുന്നത്. നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത? അങ്ങനെ നമ്മുടെ ലൈഫ് മാറും ഗൈസ്. അങ്ങനെ നമ്മുടെ റൂമിലെത്തിയിട്ടോ. നല്ല റൂമായിരുന്നു കേട്ടോ. നമ്മൾ അൽബറാഹയിലാട്ടോ, അവിടെയാണ് നമ്മുടെ റൂമുള്ളത്. അപ്പം എല്ലാം നമുക്ക് ഗ്രോസറിയും ഹോട്ടലും എല്ലാം അടുത്താണ് കേട്ടോ. അങ്ങനെ
ഞങ്ങൾ റൂമിൽ ചെന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഞാനൊന്ന് റെസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മളൊന്ന് എണീറ്റ് പെട്ടിയൊക്കെ പൊട്ടിച്ച് റൂമൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാഹുലേട്ടൻ പെട്ടിയൊക്കെ പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ വന്നവിടെ ഷർട്ടൊക്കെ വായിച്ചിട്ടോ. പുള്ളിക്കാണ് ചൂട് തീരെ പറ്റില്ല. രാഹുലേട്ടനും പറ്റില്ല, കാശിക്കൂടനും പറ്റൂല കേട്ടോ. പിന്നെ എനിക്ക് ഏത് ക്ലൈമറ്റും ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ ലാസ്റ്റ് ഞാൻ പെട്ടി പൊട്ടിക്കാൻ തുടങ്ങി. പെട്ടി പൊട്ടിക്കാൻ നമ്മളൊക്കെ തന്നെ അങ്ങനെ കുറേ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് പിന്നെ കുറച്ച് എല്ലാവർക്കും കൊണ്ടുവന്ന എൻ്റെ മാമനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. മാമനൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ മാറ്റി വെക്കണം. പിന്നെ കാശിക്കൂട്ടിന് വൈശാഖേട്ടനെ കിട്ടിയല്ലോ കളിക്കാൻ. അപ്പോൾ അവൻ ഹാപ്പിയായി. അപ്പോൾ നമ്മൾ പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളും തിരക്കിലൊക്കെ ആയിട്ടോ. കാരണം എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച ഒരു സമാധാനമല്ലേ. അങ്ങനെ നമ്മുടെ പെട്ടികളൊക്കെ പൊട്ടിച്ചിട്ട് അത് ഫുൾ അച്ചാറുകളാണ് കേട്ടോ. അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, അങ്ങനത്തെ അൽക്കൊയ്ത്ത് സാധനങ്ങളാണെല്ലാം. 2 അമ്മമാരും നമുക്ക് അച്ചാറും കാര്യങ്ങളും എൻ്റെ കുഞ്ചൂസും എല്ലാവരും അച്ചാറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെച്ച ഒരു സമാധാനമല്ലേ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചത് അമ്മ നല്ല ചോറൊക്കെ രാവിലെ കെട്ടിപ്പൊഴിഞ്ഞ് തന്നതാണ് കേട്ടോ. നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഫുൾ വരുന്ന ദുബായ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ഗൈസ്. ബൈ ഫ്രം നേറസ് വ്ളോഗ്.